طلابي الأحباء السلام عليكم ورحمة الله. مرحبا بكم جميعا إلى صف جديد. درسنا في الصف الماضي منظوما جديدا اسمه كيرلا، وفهمنا مضمون الشعر، وكذلك درسنا عن الشاعر محي الدين علي كتيادي. اليوم ندرس التدريبات المنظوم. ഇസ്തമിഉ. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കേവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കൈറല എന്ന് പറയുന്ന ഒരു പദ്യമാണ് പഠിച്ചത്. ആ പദ്യത്തിൻ്റെ ആശയമെല്ലാം നാം മനസ്സിലാക്കി. അതുപോലെ ആ പദ്യമെഴുതിയ ഷായറിനെ പറ്റി, കവിയെപ്പറ്റി നാം പഠിച്ചു. മുഹിയുദ്ദീൻ അലി കുറ്റിയാടി എന്ന് പറയുന്ന കവിയുടെ തർജുമത്തുൽ ഹയാത്ത് അഥവാ പ്രൊഫൈൽ നാം വായിച്ചു. ഇന്ന് നമുക്ക് ആ പദ്യത്തിൻ്റെ ബാക്കി ആക്ടിവിറ്റികൾ, തദ്രീബാത്തുകൾ വായിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. പേജ് നമ്പർ 60 ശ്രദ്ധിക്കൂ. നുറാജിഉൽ മൻളൂമ വനക്തശിഫു സുതൂർ അല്ലത്തി തതളമ്മനു അസ്മാ അൽ അദിയാനി വൽ മആബിദി വനുൻഷിദുഹ. അഥവാ പദ്യമെടുത്ത് വായിച്ച് വനക്തശിഫു സുതൂർ അല്ലത്തി തതളമ്മനു അസ്മാ അൽ അദിയാനി, മതങ്ങളുടെ പേരുള്ള വരികൾ കണ്ടെത്താനാണ്. വൽ മആബിദി എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളുടെയും. അപ്പോൾ മതങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരുകൾ പറയുന്ന വരികൾ പദ്യത്തിൽ നിന്ന് കണ്ടെത്തുക. വനുൻഷിദുഹ, അത് ആലപിക്കുക, അത് പാടുക. ഏതായിരിക്കും വരി? ഒന്ന് കണ്ടെത്തി പറയൂ. അതെ, സതുർ അസാബി വസാമിൻ, 7ാമത്തെയും 8ാമത്തെയും വരിയാണ്. മുസ്ലിമൂന വ നസ്വാറ വ ഹുനൂദ് ഫി സുഈദിൻ വാഹിദിൻ ദൂന ഹുദൂദ് മസ്ജിദുൻ മിൻ മഅബദിൻ ഗൈറു ബഈദ് വ കനീസത്തുൻ ലഹാ ഫീകി വുജൂദ്. അല്ലേ? ആദ്യത്തെ വരിയിൽ മതങ്ങളുടെ പേര് പറഞ്ഞു. 2ാമത്തെ വരിയിൽ എന്താണ്? അവരുടെ ആരാധനാലയങ്ങളെ പറ്റിയും പറഞ്ഞു. ഈ 2 ലൈനുകളാണ്. ഇനി അടുത്ത പ്രവർത്തനം, നുറാജിഉൽ മൻളൂമ വ നുൻസിഉ മിൻഹു ഖംസത അസ്ഇലത്തിൻ, പദ്യമെടുത്ത് വായിച്ച് അതിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഏതെങ്കിലും 5 ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അത് ഓരോ വരി വായിച്ച് നിങ്ങളെന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ഇപ്പം നമുക്ക് 3ാമത്തെ വരിയിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കാം. ഒരു ഉദാഹരണം പറയാണ്. തബസ്സുമുൽ അസ്ഹാറുഫി ആസ്വാനിക്കി എന്നുണ്ടല്ലോ. തബസ്സുമുൽ അസ്ഹാറുഫി ആസ്വാനിക്കി, നിൻ്റെ കൊമ്പുകളിൽ പൂക്കൾ പുഞ്ചിരിക്കുന്നു. അപ്പോൾ പൂക്കൾ പുഞ്ചിരിക്കുന്നത് എവിടെയാണ് എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക? എവിടെ എന്നുള്ളതിന് നിങ്ങൾക്കറിയാം, ഐന എന്നാണ്. അപ്പോൾ ഐന തബസ്സുമുൽ അസ്ഹാറു എന്നെഴുതി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ ചോദ്യമായി. ഐന തബസ്സുമുൽ അസ്ഹാറു. ആൻസർ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അത് ചോദ്യം ഉണ്ടാക്കാനുള്ളതാണ്. വെറും ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ ഫി ആസ്വാനിക്കുക എന്നാണ് ആൻസർ വരിക. അപ്പോൾ ഐന തബസ്സുമുൽ അസ്ഹാറു ഒരു ചോദ്യമായല്ലോ. ഇനി അതിൽ തന്നെ എന്താണ്, അതിന് നേരെ താഴെ ഉണ്ടാവും തർക്കുസുൽ അത്തുയാറു ഫി ബുസ്താനിക്കി എന്നുണ്ടാവും 4ാമത്തെ വരിയിൽ. അല്ലേ? പക്ഷികൾ നിൻ്റെ പൂന്തോട്ടത്തിൽ നൃത്തം ചെയ്യുന്നു. അവിടെയും നമുക്ക് എവിടെയാണ് നൃത്തം ചെയ്യുന്നത് എന്ന് ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ എഴുതും? ഐന തർക്കുസുൽ അത്തുയാറു, ഐന തർക്കുസുൽ അത്തുയാറു. ഇത് രണ്ടും ഇപ്പോൾ ഐന കൊണ്ടാണ് ചോദ്യം. ഇനി കേരളത്തിൻ്റെ ഭാഗങ്ങളിലുള്ള നദികൾ അതുപോലെ കടൽ, തടാകം, ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ജംബുക്കിൽ ബഹറു വ തിൽക്കൽ അൻഹുറു വ ബുഹൈറാത്തുൻ വ ഹൂത്തും വാഫിറു. അവിടെ നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. എന്ത്? മാത കൊണ്ടൊരു ചോദ്യം ഉണ്ടാക്കാം. മാതാ ഫി ജംബി കൈറല. ജംബുക്കി എന്നല്ലേ നിൻ്റെ ആ കീന്നുള്ള വമീറിന് പകരം കൈറള എന്ന് എഴുതുക. അപ്പം മാതാ ഫി ജംബി കൈറള, കേരളത്തിൻ്റെ അരികിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് എന്താണ് ഉള്ളത്? ഒരു ചോദ്യമല്ലോ. ഇങ്ങനെ നിങ്ങൾ വരികളിൽ നിന്ന് ചോദ്യം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ കൃഷികളെ പറ്റി പറഞ്ഞ സ്ഥലമുണ്ട്. അല്ലേ? കേരളത്തിൻ്റെ മലകളിൽ കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് കൃഷി ചെയ്യുന്നത് എന്ന് അവിടുന്ന് ഉണ്ടാക്കാം. ലക്കിദൗഹും വ ജിബാലുൻ അക്ബറു എന്നുള്ള വസുറോ ഷായിമിമ്മ എന്തുറു എന്നുള്ള ലൈനിൽ നിന്ന് ഉണ്ടാക്കാം. എന്താണ് കേരളത്തിൻ്റെ മലകളിൽ കൃഷി ചെയ്യുന്നത്? അവിടെ മാത കൊണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുക.
എന്താണ് ചോദ്യം ഉണ്ടാക്കുക? മാതാ യസ്റഉ ഫി ജിബാലി കൈറല, മാതാ യസ്റഉ ഫി ജിബാലി കൈറല. അപ്പം അതിനെ കൊണ്ട് 2 ചോദ്യം പറഞ്ഞു, മാത കൊണ്ട് 2 എണ്ണം പറഞ്ഞു. ഇനി മഞ്ഞ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാലോ. കേരളത്തിൽ സാഹോദര്യത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്നു പല മതക്കാരെന്ന് പറഞ്ഞു. അപ്പോൾ ആര് ജീവിക്കുന്നു എന്ന് നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. എങ്ങനെ? മൻ യഈശു, അല്ലേ? മൻ യഈശു ഫി ഉഖുവത്തിൻ വ മവദ്ദത്തിൻ. അപ്പോൾ ചോദ്യമായി. നമ്മൾ 5 ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞത്. ഇനി എങ്ങനെ ജീവിക്കുന്നു എന്നും ഇവിടുന്ന് വേണമെങ്കിൽ ഉണ്ടാക്കാം. മഞ്ഞിന് പകരം അവിടെ കൈഫ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലേ? കേരളത്തിൽ വ്യത്യസ്ത മതക്കാർ എങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ ഉഖുവത്ത് മവദ്ദത്ത് എന്നുള്ള എന്താണ് ആ വാക്ക് മാറും. അപ്പോൾ എങ്ങനെ ചോദ്യം വരിക? കൈഫ യഈശു അഹ്ലുൽ അദിയാനിൽ മുഖ്തലിഫ, കൈഫ യഈശു അഹ്ലുൽ അദിയാനിൽ മുഖ്തലിഫ എന്ന് ചോദ്യം വരും. ഏതായാലും 5 ചോദ്യം ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഓരോ വരിയിൽ നിന്നും ഉത്തരം വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിന് ചില മാതൃകകളാണ് ഞാൻ പറഞ്ഞത്. ശരി, നമുക്ക് അടുത്ത പ്രവർത്തനം വായിക്കാം. നുലാഹിദുൽ അൽഫാദ് അല്ലാത്തിയ വ നക്തസിഫു ജുമൂഅഹ മിനൽ മൻദൂമി. താഴെയുള്ള പദങ്ങൾ വായിച്ച്, മുഫ്രദുകൾ വായിച്ച് അതിൻ്റെ ജമ്മ് പദ്യത്തിൽ നിന്ന് കണ്ടെത്തുക. ഇവിടേക്ക് അൽ മുഫ്രദ് അൽ ജമ്മ എന്ന് പറഞ്ഞ് 2 കോളം കണ്ടല്ലോ. അതിൽ മുഫ്രദ് അതിൻ്റെ നേരെ അതിൻ്റെ ജമ്മ് കണ്ടെത്തണം. പാഠത്തിൽ നിന്നാണ് കണ്ടെത്തേണ്ടത്, പദ്യത്തിൽ നിന്ന്. ഒന്ന് വായിക്കാം മുഫ്രദുകൾ. സഹ്റുൻ, വലദുൻ, ഓസുനുൻ, ത്വയ്റുൻ, ലഹ്നുൻ. ഈ വാക്കുകളുടെയൊക്കെ ജമ്മ് പാഠത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് എഴുതാലോ. സഹ്റുൻ ജംഅ് എന്താണ്? സഹ്റുൻ ജമ്മുഹു പദ്യത്തിൻ്റെ 3ാമത്തെ വരിയിലുണ്ട്, കണ്ടല്ലോ. അസ്ഹാറുൻ, അല്ലേ? സഹ്റുൻ ജമ്മുഹു അസ്ഹാറുൻ. ഇനി വലതിൻ്റെ ജമ്മ്, വലതിൻ്റെ ജമ്മ് പദ്യത്തിൽ പറഞ്ഞത് എന്താണ്? 4ാമത്തെ വരിയുടെ ലാസ്റ്റിലുണ്ടാവും. വസ്വദൽ അൽഹാനി മിൻ വിൽദാനിക്കി, അല്ലേ? വിൽദാന് കുട്ടികൾ. വലതിന് മറ്റൊരു ജമ്മ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഔലാദ്, അല്ലേ? നിങ്ങൾ പഠിച്ച ജമ്മാണ്, എല്ലാവർക്കും അറിയുന്ന ജമ്മാണ്. വലതുൻ ജമ്മുഹു ഔലാദുൻ. എന്നാൽ പദ്യത്തിൽ പറഞ്ഞ ജമ്മ എന്താണ്? വിൽദാനുൻ എന്നാണ്. അപ്പോൾ 2ഉം എഴുതാം. പരീക്ഷകൾക്ക് വലതിൻ്റെ ജമ്മ് ചോദിച്ചാൽ വിൽദാനും എഴുതാം, ഔലാദും എഴുതാം. 2 ജമ്മും പഠിക്കുക. ഇനി ഒസുനിൻ്റെ ജമ്മ് എന്താണ്? അഗസ്വാനുൻ, അല്ലേ? ഒസുനുൻ ജമ്മുഹു അഗസ്വാനുൻ. തൊയ്റിൻ്റെ ജമ്മോ? തൊയ്റിന് 2 ജമ്മ് വരും. പദ്യത്തിൽ പറഞ്ഞ ജമ്മ് എന്താണ്? തൊയ്റുൻ ജമ്മുഹു അത്തുയാറുൻ എന്നാണ്, അല്ലേ? 4ാമത്തെ വരിയിലുണ്ടാവും, തർക്കുസുൽ അത്തുയാറു. അപ്പോൾ തൊയ്റിന് അത്തുയാർ എന്നാണ് പദ്യത്തിൽ പറഞ്ഞ ജമ്മ്. വേറൊരു ജമ്മ് നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഓർമ്മ ഉണ്ടോ? യെസ്, തുയൂറുൻ എന്നാണ്, അല്ലേ? തൊയ്റുൻ ജമ്മുഹു തുയൂറുൻ. അപ്പോൾ അത്തുയാറുൻ എന്നും ജമ്മുണ്ട്, തുയൂറുൻ എന്നും ജമ്മുണ്ട്. ഇനി ലഹനുൻ, അതിൻ്റെ ജമ്മ് എന്താണ്? അൽഹാനുൻ. ലഹനുൻ ജമ്മുഹു അൽഹാനുൻ. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മുഫ്രദ് ജമ്മുകൾ നിങ്ങൾ മനഃപ്പാഠമാക്കണം, ബൈഹാർട്ടാക്കണം. പരീക്ഷകൾക്ക് ജമ്മ് ചോദിക്കും, ജമ്മ് എഴുതാൻ ചോദിക്കും മുഫ്രദ് തന്നിട്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും പാരഗ്രാഫ് തന്നിട്ടോ അല്ലെങ്കിൽ പദ്യത്തിൻ്റെ വരികൾ തന്നിട്ട് എഴുതാനായിരിക്കും. ഇനി നമ്മളോട് നേരെ എങ്ങനെ ചോദിച്ചാലും നമുക്ക് എന്താണ്? ജമ്മുകൾ എഴുതാൻ കഴിയണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പുസ്തകത്തിൽ പറഞ്ഞ ഈ മുഫ്രദ് ജമ്മുകളൊക്കെ ബൈഹാർട്ടാക്കുക, മനഃപ്പാഠമാക്കുക. ശരി, അടുത്ത പേജിലേക്ക് നോക്കൂ. നുഇദ്ദു ഫിഖറത്തൻ ബസീത്തൻ അൻ ത്വബീഅത്തി കൈറല ബിസ്തിആനത്തി നിഖാത്തു താലിയ. ചുവടെ പറയുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. നുഇദ്ദു ഫിഖറ ബസീത്ത എന്ന് പറഞ്ഞാൽ ഒരു ലളിതമായ പാരഗ്രാഫ് എഴുതുക. അൻ ത്വബീഅത്തി കൈറല, കേരളത്തിൻ്റെ പ്രകൃതിയെ സംബന്ധിച്ച്. ബിസ്തിആനത്തി നിഖാത്തു താലിയ, താഴെ പറയുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തെ പറ്റി ഒരു പാരഗ്രാഫ് പഠിക്കുക, എഴുതാനാണ് ഇവിടെ. അത് എഴുതി നിങ്ങൾ തയ്യാറാക്കി പഠിക്കുക. എന്തൊക്കെയാണ് സൂചനകൾ? നോക്കൂ. ത്വബീഅത്തുൻ ജസാബത്തുൻ, ഇതിനർത്ഥം പറയാം. ത്വബീഅത്തുൻ ജസാബത്തുൻ എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ എന്താണ്? ഭൂപ്രകൃതി. ത്വബീഅ എന്നാൽ പ്രകൃതി, ജസാബ എന്നാൽ ആകർഷണീയമായ. ഇനി ആ തൊക്കസു ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ. തൊക്കസ് അർത്ഥം കാലാവസ്ഥ, ക്ലൈമറ്റ്, കാലാവസ്ഥ. ത്വയ്യിബാണ് നല്ലത്. അടുത്ത സവാഹിൽ എന്ന് പറഞ്ഞാലോ തീരങ്ങൾ, അല്ലേ? കടൽ തീരം എന്നുള്ളതിനൊക്കെയാണ് സവാഹിൽ പറയുക, ബീച്ച്. ഇനി അൻഹാറുൻ കസീറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ധാരാളം പുഴകൾ. അപ്പോൾ കേരളത്തിൽ ധാരാളം പുഴകളുണ്ട് എന്നൊക്കെ എഴുതണം. ഇനി ജിബാലും കസീറത്തുൻ എന്ന് പറഞ്ഞാൽ ധാരാളം മലകൾ, ജബൽ ജിബാൽ.
ലാസ്റ്റ് അൽ അസ്ജാറു വൽ ഫവാക്കിഹു, മരങ്ങളും പഴങ്ങളും. ഈ ഹിൻസുകൾ ഉപയോഗിച്ച്, ഈ സൂചനകൾ ഉപയോഗിച്ച് കേരളത്തെ സംബന്ധിച്ചൊരു പാരഗ്രാഫ് എഴുതുക. അപ്പോൾ നമുക്കൊന്നൊരു ഉദാഹരണം പറയാം, ഒരു മോഡൽ ശ്രദ്ധിക്കൂ. കേരളം ഭംഗിയുള്ള ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് തുടങ്ങും. ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിനൊരു ആമുഖമൊക്കെ വേണമല്ലോ അല്ലേ? അപ്പോൾ അതെങ്ങനെ എഴുതും? കേരളം ഭംഗിയുള്ള സംസ്ഥാനമാണെന്ന് എങ്ങനെ എഴുതും? കൈരല വിലായത്തുൻ ജമീലത്തുൻ അല്ലേ? വിലായത്ത് എന്നാണ് സ്റ്റേറ്റിന് പറയുക. അപ്പോൾ കൈരല വിലായത്തുൻ ജമീലത്തുൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഹിൻസിൽ ഒന്നാമത്തെ തൊബിയാത്തുൻ ജസാബ എന്നല്ലേ? അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്താനുള്ളൂ. തൊബിഅത്തുഹ, അതിൻ്റെ പ്രകൃതി അല്ലേ? കേരള എന്നുള്ള പറഞ്ഞ് ലമീർ കൊടുത്താൽ മതി, കാരണം കേരളത്തിനെ പറ്റി ആദ്യം നമ്മൾ എഴുതിയല്ലോ. അപ്പോൾ തൊബിഅത്തുഹ ജസാബത്തുൻ. ഇനി അൻഹാറും കസീറാന്ന് അതിനെ നേരെ തന്നിട്ടുണ്ടാവും അല്ലേ? അവിടെ നമുക്ക് അങ്ങനെ എഴുതാം. ഫസ്റ്റ് സ്റ്റോപ്പ് എടുത്തിട്ട് ഫീഹ അൻഹാറുൻ. ഇനി അടുത്ത ഹിൻസിൽ എന്താണ്? ജിബാലും കസീറാൻ താഴെ ഉണ്ടാവും, അതിൻ്റെ കൂടെ കൂട്ടി എഴുതിയാൽ മതി. അപ്പം എങ്ങനെ എഴുതാം? ഫീഹ അൻഹാറുൻ വ ജിബാലുൻ കസീറത്തുൻ. അപ്പം കസീറത്ത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി, മനസ്സിലായല്ലോ? ഫീഹ അൻഹാറുൻ വ ജിബാലുൻ കസീറ. ഇനി അഷ്ജാറുൻ വ ഫവാക്കി എന്നൊക്കെ ഉണ്ടാവും അല്ലേ? മരങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ കേരളത്തിൽ ധാരാളം മരങ്ങളുണ്ട് എന്ന് എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഫീ കൈറല അഷ്ജാറുൻ കസീറത്തുൻ വ ഫവാക്കിഹുൻ അദീദത്തുൻ എന്നൊക്കെ എഴുതിയാൽ മതി അല്ലേ? ധാരാളം മരങ്ങളുണ്ട്, നിരവധി പഴങ്ങളുമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എഴുതുകയാണെങ്കിൽ എന്താണ്? കൈറല വനിയത്തുംബിൽ അഷ്ജാരി വ മുംതിഅത്തുംബിൽ ഫവാക്കിഹി. കൈറല ഒനിയത്തുംബിൽ അസ്ജാരി എന്ന് പറഞ്ഞാൽ മരങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് കേരളം. വ മുംതിഅത്തുംബിൽ ഫവാക്കിഹി, പഴങ്ങളെ കൊണ്ട് നല്ല ആസ്വാദ്യകരമാണ് കേരളത്തെ കാണാൻ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ വാക്കുകൾ എഴുതിയാൽ മതി. ഫി കൈറല അസ്ജാറുൻ കസീറത്തുൻ വ ഫവാക്കിഹുൻ അദീദത്തുൻ എന്ന് എഴുതിയാലും ഈ ആശയം തന്നെയാണ്. ഇനി സവാഹിലുണ്ടല്ലോ, തീരം അല്ലേ? ബീച്ചുകൾ. കേരളത്തിൽ ധാരാളം ബീച്ചുകളുണ്ട്. അങ്ങോട്ട് എന്താണ്? സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? ഫീ കേരള സവാഹിലുൻ കസീറത്തുൻ അല്ലെങ്കിൽ സവാഹിലുൻ അദീദത്തുൻ യഅ്തി സയ്യാഹു. എന്താ ടൂറിസ്റ്റിന് പറയാം? സയ്യാഹ്, സീന് അവസാനം ഹാ. യഅ്തി സയ്യാഹു ഇലാ സവാഹിലി കൈറല കുല്ല യൗമിൻ ലിത്തനസ്സുഹി അല്ലേ? വിനോദത്തിന് വേണ്ടി അവർ കേരളത്തിലേക്ക് വരുന്നു. ഇനി തൊക്കുസ് തൊയ്യബ് നമുക്ക് തന്നിരുന്നു അല്ലേ? അതുകൊണ്ട് എങ്ങനെ എഴുതാം? തൊക്കുസു കൈറല തൊയ്യബുൻ, കേരളത്തിൻ്റെ കാലാവസ്ഥ ക്ലൈമറ്റ് നല്ലതാണ്. അപ്പോൾ മുനാസിബുൻ ലിസിറാഅത്തി, അത് കൃഷിക്ക് അനുയോജ്യവുമാണ്. അപ്പോൾ മുനാസിബുൻ ലിസിറാഅത്തി. ഇങ്ങനെയൊക്കെ എഴുതിയാൽ നമുക്ക് ഈ പാരഗ്രാഫ് തയ്യാറാക്കാം. ഞാനീ പറഞ്ഞതിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. ഒന്നുകൂടിയും അതൊന്ന് വായിക്കാം. കൈറല വിലായത്തുൻ ജമീലത്തുൻ തൊബിഅത്തുഹ ജസാബത്തുൻ ഫിഹ അൻഹാറുൻ വ ജിബാലുൻ കസീറ. ഫി കേരള അസ്ജാറുൻ കസീറത്തുൻ വ ഫവാക്കിഹുൻ അദീദ. യഅ്തി ഫി കേരള സവാഹിലുൻ കസീറത്തുൻ യഅ്തി സയ്യാഹു ഇല സവാഹിലി കുല്ല യൗമിൻ ലിതനസ്സുഹി വ തറഫുഹി. തൊക്കുസു കൈറല തൊയ്യബുൻ വ മുനാസിബുൻ ലിസിറാഅ. ഇത്രയും എഴുതിയാൽ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് തയ്യാറാക്കാം. നഅം, ശരി. അടുത്ത പ്രവർത്തനം നോക്കൂ. നഖ്താറു മിനൽ മൻളൂമി സുതൂറൻ തദുല്ലു അലാ. നമ്മൾ പദ്യം വായിച്ച് പദ്യത്തിൻ്റെ വരികളുടെ അർത്ഥം പഠിച്ചതാണല്ലോ, ആശയവും വായിച്ചു. എന്നാൽ താഴെ പറയുന്ന ആശയം സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്താനാണ്. ആശയമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ. തഖദ്ദുമി കൈറല ഫിൽ ഉലൂമി വൽ ഫുനൂനി. കേരളത്തിൻ്റെ പുരോഗതി എന്തിൽ? അറിവിലും കലകളിലും. ഇത് ഞാൻ പറയാത്ത നിങ്ങൾ കണ്ടെത്താം. ഇനി ഏതാണ് ലൈനുകൾ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തഖദ്ദുമു കൈറല ഫിൽ ഉലൂമി വൽ ഫുനൂനി. ഏതായിരിക്കും വരി? ഫിൽ ഉലൂമി വൽ ഫുനൂനി കുല്ലഹീൻ വഅറാ സഅദകി യജ്ലു ഫിൽ ജബീൻ. ഇങ്ങനെ വരികൾ കണ്ടെത്തുക. ഇനി ജമാലു ത്വബിയ, കേരളത്തിൻ്റെ എന്താണ്? പ്രകൃതി ഭംഗിയെ സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് അല്ലേ? പക്ഷികൾ പാട്ട് പാടുന്നു, അതുപോലെ എന്താ പൂക്കൾ അതിൻ്റെ സുഗന്ധം പരത്തുന്നു, പൂവ് കൊമ്പുകളിൽ നിന്ന് പുഞ്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വരികളുണ്ട് അല്ലേ? ആ വരികൾ കണ്ടെത്തി എഴുതിയാൽ മതി. അടുത്തത് മവാരിദ് മിയാഹി കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജലസ്രോതസ്. മവാരിദ് എന്നാൽ വെള്ളം ഉത്ഭവിക്കുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ ജലസ്രോതസ്സിനെ പറ്റി പറഞ്ഞത് എവിടെയാണ്?
അത് കണ്ടെത്താലോ? കേരളത്തിൽ ധാരാളം പുഴകളുണ്ട്, സമുദ്രം, അതുപോലെ കടൽ, തടാകം എന്നൊക്കെ പറഞ്ഞ വരിയുണ്ട്. ആ വരിയാണ് ലാസ്റ്റ്. അൽ ഉൽഫത്തി ബൈന അഹാലിൽ അതിയാനിൽ മുഖ്തലിഫ, വ്യത്യസ്ത മതസ്ഥരുടെ ഇടയിലുള്ള ഐക്യം. കേരളത്തിൽ വ്യത്യസ്ത മതക്കാരൊക്കെ എന്താണ് ഐക്യത്തോടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞ വരി ഏതാണ്? നേരത്തെ നമ്മൾ ഫസ്റ്റ് വായിച്ചപ്പോൾ പിന്നെ മതങ്ങളുടെ വരികൾ കണ്ടെത്താൻ പറഞ്ഞല്ലോ, ആ വരി തന്നെയാണ് മുസ്ലിമൂന വ നസ്വാറ വ ഹുനൂദ് ഫി സ്വഈദിൻ വാഹിദിൻ ദൂന ഹുദൂദ്. കണ്ടോ, അവരുടെ ഇടയിൽ ഒരു അനൈക്യവുമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു. ഇതൊക്കെയാണ് എന്ത്? ആ വരികൾ. ഇങ്ങനെ ആശയം പറഞ്ഞ് വരി കണ്ടെത്താൻ പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ വരികൾ നിങ്ങൾ കണ്ടെത്തി അതും നോട്ട് പുസ്തകത്തിൽ എഴുതുക. ശരി, അപ്പോൾ കേരള എന്ന പദ്യവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളും ആണ് നാം ഇന്ന് വായിച്ചത്. ഇതോടുകൂടി കേരള എന്ന പദ്യം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് വായിക്കാനുള്ളത് ലോകത്തുൻ ഹുൽവ എന്ന് പറയുന്ന ഒരു ഖുതുബയാണ്, ഒരു പ്രസംഗമാണ്. ഈ ലോകത്തുൽ ഹുൽവ എന്ന ഈ ഖുതുബ, ഈ പ്രസംഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.